Good evening, everyone. Trainer is Trainer is not just a teacher, but a spark that lights thousands of minds. അറിവിന്റെയും പ്രചോദനത്തിന്റെയും മഹോത്സവമായ റിട്ടോറിയൻ ട്രെയിനേഴ്സ് സമ്മിറ്റ് 2025ലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പബ്ലിക് സ്പീക്കിംഗ്, പ്രൊഫഷണൽ ട്രെയിനിങ് എന്നീ മേഖലകളിൽ വ്യക്തികളെ മികവുറ്റതാക്കാൻ സമർപ്പിതമായ ഒരു മോഡേൺ ഓൺലൈൻ വെർച്വൽ ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ് റിട്ടോറിയ എജുഹബ്. We also help individuals to heal their inner child through our exclusive program, and to empower women, Ritoria runs a unique program called Post-Power Session. Thus, Ritoria EduHub is not just a program, it's a movement towards transformation. പബ്ലിക് സ്പീക്കിംഗിന്റെ പുതിയ ബാച്ചസ് വരാനുണ്ട്. സോ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. റിട്ടോറിയൻ ട്രെയിനേഴ്സ് സമ്മിറ്റ് 2025ലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ കോ-ഫൗണ്ടേഴ്സായ ലീല മാം, റസീന മാം എന്നിവരെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള സ്പീക്കേഴ്സായ ഷാഹിദ മാം, ആയിഷ മർസീൻ മാം, ഫസീല മാം, ഷെരീഫ മാം ആൻഡ് ആയിഷ ഷെരീഫ് മാം എല്ലാവരെയും വളരെ ബഹുമാനത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഫ്രഷ് മൈൻഡ് ഇസ് എ ഫ്യൂൽ ഓഫ് എ പ്രൊഡക്റ്റീവ് ഡേ. ഇതുകൊണ്ടാണ് സക്സസ്ഫുൾ ട്രെയിനേഴ്സ്, ലീഡേഴ്സ് ആൻഡ് ഓൺട്രപ്രനേഴ്സ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത്. നമ്മുടെ ബാച്ച് 6ലെ ഡൈനാമിക് വെൽനസ് കോച്ചായ ഷാഹിദ മാം ഇസ് ഹിയർ ടു ഡെലിവർ ഹർ നോളജ്. ഓവർ ടു മാം. Thank you, Wafa. Thank you so much for your warm introduction. Hi, love the life you have, while create the life of your dreams. പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനറായ ഹാൽ എൽറോഡിന്റെ വാക്കുകളാണിത്. നിങ്ങളുടെ ഇന്നുള്ള ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ജീവിതത്തിനായി നിങ്ങൾ പരിശ്രമിക്കുക. എത്ര ബ്യൂട്ടിഫുൾ ആയ കോട്ടാണല്ലേ. ഹായ് എവരിവൺ, ഇറ്റ്സ് മി ഷാഹിദ. ഇന്ന് നമ്മുടെ ട്രെയിനേഴ്സ് സമ്മിറ്റിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് വളരെ പവർഫുൾ ആയ ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക്, സേവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മോർണിംഗ് ടെക്നിക്. 1 minute, let me share the screen. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? യെസ്. സോ ദിസ് ഈസ് അവർ ടോപ്പിക്. വിജയികളുടെ പ്രഭാതശീലങ്ങൾ എന്നറിയപ്പെടുന്ന സേവേഴ്സ് എന്ന മോർണിംഗ് റൂട്ടീൻ. നിങ്ങളുടെ മോർണിംഗിനെ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി വിജയം കൈവരിച്ചതാണ്. ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് ഈ സേവേഴ്സ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയതെന്ന് നോക്കാം. ദി മിറക്കൽ മോർണിംഗ് എന്നൊരു ബുക്കിലാണ് സേവേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഹാൽ എൽറോഡ് ആണ് ഇതിന്റെ ഓതർ. ഇതാണ് അദ്ദേഹം. ഹാൽ എൽറോഡ് ഒരു പ്രശസ്തനായ ഓതറാണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ്, കൂടാതെ ജീവിതത്തിൽ വിജയിച്ച ഒരു ബിസിനസ്മാൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ സീക്രട്സ് ആണ് അദ്ദേഹം ഈ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തിൽ വിജയം കൈവരിച്ചത്, അദ്ദേഹം പ്രാവർത്തികമാക്കി പോന്നു വന്നിരുന്ന ശീലങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരു 2 മില്യൺ കോപ്പീസിലധികം വിറ്റഴിഞ്ഞ ഒരു ബുക്കാണ്. വളരെ നല്ലൊരു ബുക്കാണ്. ഇതിന്റെ മലയാളം വേർഷൻ നമുക്ക് ലഭ്യമാണ്. വിസ്മയ പുലരി എന്നാണ് അതിന്റെ പേര്. വിജയികളുടെ പ്രഭാതശീലങ്ങളാണ് ഇത് അറിയപ്പെടുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വായിക്കുക. അപ്പൊ എന്താണ് സേവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഓരോ ലെറ്റേഴ്സും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ശീലങ്ങളെയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ശീലം എന്ന് പറയുന്നത് എസ് ഫോർ സൈലൻസ്. അത് മെഡിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ പ്രയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എ ഫോർ അഫർമേഷൻസ്, വി ഫോർ വിഷ്വലൈസേഷൻ, ഇ ഫോർ എക്സസൈസ്, ആർ ഫോർ റീഡിംഗ് ആൻഡ് എസ് ഫോർ സ്ക്രൈബിംഗ് അഥവാ ജേർണലിംഗ് അഥവാ റൈറ്റിംഗ്. ഇനി നമുക്ക് ഓരോ ലെറ്റേഴ്സിനെയും കൂടുതലായി, ഓരോ ശീലങ്ങളെയും കൂടുതലായി അറിയാം. ഫസ്റ്റ് വൺ, സൈലൻസ്. സൈലൻസിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെയെല്ലാം ശാന്തമാക്കി ക്ലിയർ ആക്കി കൊണ്ടുവരാം, അതാണ് അദ്ദേഹം ഈ ബുക്കിലൂടെ പറയുന്നത്. സൈലൻസ് നമുക്ക് പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം.
ഒന്നുകിൽ നമുക്ക് നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കാമായി ഇരിക്കുക, അതല്ലെങ്കിൽ കിടക്കുക, അതല്ലെങ്കിൽ ഏകാന്തമായി നടക്കുക. ഇതിലൂടെ എല്ലാം നമുക്ക് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ വഴി ഇത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അല്ലേ? മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടോ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രയറും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ചെയ്യുന്നവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസത്തിലെ 1 മണിക്കൂർ നിങ്ങൾ ഈ ശീലങ്ങൾക്കായി മാറ്റിവെക്കണമെന്നാണ്. അപ്പൊ ഈ 1 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ശീലങ്ങൾക്കും എത്ര സമയം എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ സൈലൻസിനായിട്ട് 5 മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 60 മിനിറ്റ്സിൽ ആദ്യത്തെ നമ്മുടെ ശീലമായ സൈലൻസിന് വേണ്ടി 5 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് അഫർമേഷൻ ആണ്. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് പറയുന്ന സെൽഫ് ടോക്ക്, പോസിറ്റീവായിട്ട് നമുക്ക് നമ്മളോട് കൊടുക്കാൻ പറ്റുന്ന ഒരു സെന്റൻസുകളാണ് പോസിറ്റീവായ സെന്റൻസ്. ഇപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആണ് ആവശ്യമെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ്, അങ്ങനെ നമ്മൾ പറയാം. കൂടുതലായിട്ട് അതിനൊരു ഇമ്പാക്റ്റ് വരണമെങ്കിൽ നമുക്കത് എഴുതാം. ഒരു 11 ടൈംസ് ഒക്കെ ഒരു ബുക്കിനകത്ത് എഴുതാം. പിന്നീട് നമുക്കത് വായിക്കാം. അതുപോലെ തന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അത് കേൾക്കാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതിലൂടെ നമുക്ക് നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഈ ഒരു ശീലത്തിനായി അദ്ദേഹം 5 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും തന്നെ ഒരു അഫർമേഷനെങ്കിലും എഴുതുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മനോദൃശ്യം. നമുക്ക് ആരെങ്കിലും ആകണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമ്മൾ ആ കാര്യം ലഭിച്ചതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പൊ നിങ്ങൾക്കൊരു പുതിയ വീട് വെക്കണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു വീട് ഉണ്ടാവും. ആ വീടിനെ നിങ്ങൾ പണി കഴിഞ്ഞതായിട്ട് വിചാരിക്കുക. നിങ്ങളുടെ വീടിന്റെ പണി കഴിഞ്ഞ് അന്നത്തെ ദിവസം നിങ്ങൾ അതിന്റെ പാല് കാച്ചലിനായിട്ട് നിങ്ങൾ അവിടെ എത്തുന്ന ആ സമയം വരെയുള്ള കാര്യങ്ങൾ അതായിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. നിങ്ങൾ ആ പുതിയ വീടിന്റെ ഡോറ് തുറന്ന് അതിനകത്തോട്ട് കയറി, അപ്പൊ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡില് സോഫ ഈ കളറിലുള്ളത്, റൈറ്റ് സൈഡില് മറ്റേ ഡൈനിങ് ടേബിള്, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണ് വിചാരിച്ചത് അതുപോലെ ആ മനോദൃശ്യത്തിൽ കൊണ്ടുവരണം. അന്ന് വരുന്ന ഗസ്റ്റിന് നിങ്ങൾ കൊടുക്കുന്ന ഫുഡ്, ഇപ്പൊ നിങ്ങൾ ബിരിയാണിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ സ്മെല്ല് വരെ നിങ്ങൾ അവിടെ ഫീൽ ചെയ്യണം. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വന്തമായതായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരണം, ആ ഒരു എൻജോയ്മെന്റ്. എന്നിട്ട് അതിന് നിങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയാം. അതാണ് വിഷ്വലൈസേഷൻ ടെക്നിക്ക്. ഇതിലൂടെ നമുക്ക് എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യേണ്ടത് അത് നമ്മൾക്ക് കിട്ടിയതായി ലഭിച്ച് ആ ഇമോഷനെ നമ്മൾ ഫീൽ ചെയ്യാം. അപ്പൊ ഇതിനും ഒരു 5 മിനിറ്റ്സ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 ശീലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു: സൈലൻസ്, അഫർമേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. ഇനി നമ്മുടെ അടുത്ത ശീലം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. എത്ര പേര് ഇവിടെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. എത്ര പേര് എക്സസൈസ് ചെയ്യുന്നവരുണ്ട് നോക്കട്ടെ. ആരും ഇല്ലേ എക്സസൈസ് ചെയ്യുന്നവര്? ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. എക്സസൈസിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് എന്തുമാത്രം നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും എനർജി തരുന്നുണ്ടെന്നല്ലേ. ഒരു ദിവസം നമ്മൾ എക്സസൈസ് ചെയ്താൽ അന്നത്തെ ഫുൾ ഡേക്കുള്ള എനർജി നമുക്ക് കിട്ടും. എക്സസൈസ് നമുക്ക് പല വിധത്തിൽ ചെയ്യാം, ഇന്നത് എന്നില്ല. വാക്കിംഗ് ഇഷ്ടമുള്ളവർ ഒരു മോർണിംഗ് വാക്കിന് പോവാം. അതല്ലെങ്കിൽ യോഗയാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. എയറോബിക്സ് ആണെങ്കിൽ അത്, സ്ട്രെച്ചിങ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ എൻ്റെയൊക്കെ കേസിൽ ഞാനിപ്പോൾ ഷാർജയിലാണ് ഉള്ളത്. അപ്പം നമ്മളിവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പാർക്കിലാണ് എക്സസൈസ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം പോലും നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത് ചെയ്ത് ഇപ്പം ആ ഒരു ശീലത്തിന് നമ്മൾ അഡിക്റ്റ് ആയ പോലെയാണ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് പാർക്കിന്റെ മെയിൻ്റനൻസ് കാരണം അത് നിർത്തി വെക്കേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതൊരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം ഇതിൽ പറയുന്നത് 20 മിനിറ്റ്സ് ആണ് എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാട്ടോ. അദ്ദേഹം 1 അവറിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് നല്ല എനർജിയും ഫോക്കസും എല്ലാം ലഭിക്കും. ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി റീഡിംഗ് ആണ്. ആർ ഫോർ റീഡിംഗ്.
അപ്പോൾ ഒരു ദിവസം ഒരു 10 പേജസ് എങ്കിലും വായിക്കാനാണ് ഹാൽ എൽറോഡ് നമ്മളോട് പറയുന്നത്. ഈ 10 പേജ് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ബുക്ക് അങ്ങനെ റീഡിങ് ശീലമില്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഒരു 5 പേജസോ അല്ലെങ്കിൽ 2 പേജസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 2 പേജ് എന്നുള്ളത് നമ്മൾ സ്ഥിരം ഇങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും. ഇദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ളത് 20 മിനിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ബുക്കുകളായാൽ കൂടുതൽ നല്ലതാണ്. അതല്ല, നമ്മൾ വർക്ക് ചെയ്തൊരു ഫീൽഡ് ആണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ടീച്ചിങ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ, അങ്ങനെയും നമുക്ക് വായന കൊണ്ടുവരാം. വായന നമ്മുടെ മനസ്സിന്റെ വളർച്ചയ്ക്കും വളരെ നല്ല വ്യക്തിത്വ വികാസത്തിനും ഉപകരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക, നല്ല നല്ല ബുക്സ് വായിക്കാൻ നോക്കുക. ഞാനിപ്പം എൻ്റെ ബുക്കിന്റെ വായനശീലം തുടങ്ങി. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന ബുക്കാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു ബുക്കാണ്, ജെഫ് കെല്ലറിന്റെ നല്ല ഒരു ബുക്കാണ്. അപ്പൊ ഞാനതൊരു സജഷനായിട്ട് പറയാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന ബുക്ക് വളരെ നല്ലൊരു ബുക്കാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി സ്ക്രൈബിംഗ് ആണ്. സ്ക്രൈബിംഗ് എന്ന് മീൻ ചെയ്യുന്നത് റൈറ്റിംഗ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ എഴുത്തുകാരനൊന്നുമല്ലോ, പിന്നെ എനിക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുക? അത്ര വലിയൊരു എഴുത്തുകാരനൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ, ഒരു ഡയറി റൈറ്റിംഗ്, അതൊരു സ്ക്രൈബിംഗ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒരു ടു ഡു ലിസ്റ്റോ, അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് നോട്ട് ടു ഡു ലിസ്റ്റ്, എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യില്ല എന്ന് പറയുന്നതും വേണമെങ്കിൽ എഴുതി വെക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സംഗതികൾ അത് എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അതല്ലെങ്കിൽ നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുന്ന കാര്യങ്ങൾ, ഫോർഗീവ്നെസ് ജേണൽ എഴുതാം. അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവരാം. നമ്മൾ വലിയ എഴുത്തുകാരൊന്നും ആവണ്ട. അപ്പൊ സ്ക്രൈബിംഗ് ആണ് മറ്റൊരു ശീലം. ഇതിനായിട്ട് 5 മിനിറ്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 60 മിനിറ്റ്സിൽ 4 ആക്ടിവിറ്റിക്ക് 5 മിനിറ്റ്സ്. ഏതൊക്കെയാണ്? സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ ആൻഡ് സ്ക്രൈബിംഗ്. 2 ആക്ടിവിറ്റിക്ക് 20 മിനിറ്റ്സ് വീതം, റീഡിംഗ് ആൻഡ് എക്സസൈസ്. അങ്ങനെ നമ്മുടെ 60 മിനിറ്റ്സ് ആണ് ഹാൽ എൽറോഡിന്റെ കണക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മൾ മാറ്റിവെക്കേണ്ടത്. അപ്പൊ ഞാൻ ഒന്നുകൂടി ആ എന്തെല്ലാം ആക്ടിവിറ്റി ആണെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്പർ 1 സൈലൻസ്, നമ്പർ 2 അഫർമേഷൻ, നമ്പർ 3 വിഷ്വലൈസേഷൻ, നമ്പർ 4 എക്സസൈസ്, നമ്പർ 5 റീഡിംഗ് ആൻഡ് നമ്പർ 6 സ്ക്രൈബിംഗ്. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയല്ലോ അല്ലെ? ഇനിയിപ്പോ എന്തെല്ലാം ബെനിഫിറ്റ് ആണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഈ സേവേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫോക്കസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെയും ഫിസിക്കൽ ഹെൽത്തിന്റെയും കാര്യം പറയാനില്ല, വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ സേവേഴ്സ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ടെക്നിക്കാണ്. തീർച്ചയായിട്ടും നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതിന് അദ്ദേഹം ഒരു മാർഗം പറയുന്നുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഒരു 6 മിനിറ്റ് വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാം. അതായത് 1 മിനിറ്റ് 1 ആക്ടിവിറ്റിക്ക് വെച്ചിട്ട്, ചെറിയ ഒരു കാര്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് തുടങ്ങിയാൽ സ്മോൾ ചേഞ്ചസ് ലീഡ്സ് ടു എ ബിഗ് ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ചെറുതാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ വീക്ക് നമ്മൾ 1 മിനിറ്റ്, രണ്ടാമത്തെ വീക്ക് 2 മിനിറ്റ്, അങ്ങനെ കൂട്ടി കൂട്ടി ചിലപ്പോൾ നമുക്ക് 1 അവറിൽ അത് എത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. അപ്പൊ എല്ലാവരും തന്നെ നാളെ മുതൽ സേവേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. ചെയ്യില്ലേ? എത്ര പേര് ചെയ്യും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് എത്ര പേര് സേവേഴ്സ് ചെയ്യാൻ റെഡിയാണ്? ഇവിടെ നോക്കട്ടെ. ഓ, ഗുഡ് ഗുഡ് ഗുഡ്. മേഡം സേവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിലായില്ല. സേവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല. സാർ ഇപ്പൊ തന്നെ വന്നതാണോ? അതിപ്പോ വന്നതാ. സേവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതില് 6 ലെറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് 6 ശീലങ്ങളെയാണ്. സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിംഗ് ആൻഡ് സ്ക്രൈബിംഗ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നും കൂടെ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആവും. ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന റെക്കോർഡ് കിട്ടും സാർ. അപ്പൊ അതിന്റെ റെക്കോർഡ് സാർ ഒന്ന് കണ്ടു കഴിഞ്ഞാല് സാറിന് ക്ലിയർ ആവും. നമ്മളുടെ മോർണിംഗ് ബ്യൂട്ടിഫുൾ ആക്കാൻ, അതായത് മിറക്കൽ ചേഞ്ചസ് ആണ് നമുക്ക് വരുന്നത് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പൊ ഒരുപാട് പേര് വിജയിച്ച ഒരുപാട് ലീഡേഴ്സ്, ബിസിനസ് മാൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ പ്രഭാതത്തിൽ അവർ ഈ ശീലങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലൂടെ അവർക്ക് അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിലൊരാളാണ് ഹാൽ എൽറോഡ്. അദ്ദേഹം എഴുതിയ ദ മിറക്കൽ മോർണിംഗ് എന്ന ബുക്കിൽ നിന്നാണ് നമ്മൾ ഈ സേവേഴ്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് റെക്കോർഡ് കേൾക്കുമ്പോൾ സാറിന് കൂടുതലായിട്ട് മനസ്സിലാവും. സോ ഓൺ യുവർ മോർണിംഗ് എലിവേറ്റ് യുവർ ലൈഫ്. നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ സ്വന്തമാക്കുക, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എലിവേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സേവേഴ്സ് എന്ന ടോപ്പിക്കിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാണ്ടിരുന്നത്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായി ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇതുവരെ എന്നെ കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയാണ്. പിന്നെ നമ്മുടെ റിട്ടോറിയ എജ് ഹബിന്റെ കോ-ഫൗണ്ടേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കോച്ചസ് ലൈല മാം ആൻഡ് റസീന മാം, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ട്രെയിനേഴ്സിനും എല്ലാവിധ ആശംസകളും. നമ്മുടെ പ്രിയ MC വഫയ്ക്ക് ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. അപ്പോൾ ഈ സേവേഴ്സ് എല്ലാവരും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു വിചാരിക്കുന്നു. ഇറ്റ് വാസ് സൂപ്പർ എഫക്റ്റീവ്. പീസ്ഫുൾ മൈൻഡ് ഇസ് എ സീക്രട്ട് ഓഫ് എൻ എഫക്റ്റീവ് ലൈഫ്. സക്സസിനും ഹാപ്പിനെസിനും വേണ്ടിയുള്ള തിരച്ചിൽ എല്ലായിടത്തും നടത്തുന്നുണ്ടല്ലേ. ദ വൺ ആൻഡ് ഓൺലി ആൻസർ ഇസ് എ പീസ്ഫുൾ മൈൻഡ്. നമ്മുടെ ബാച്ച് 8-ലെ എംപവറിംഗ് ലൈഫ് സ്കിൽ കോച്ച് ആയിഷ മർസിൻ is here. Over to you, ma'am. Thank you, Wafa. Thank you for a wonderful introduction. നിങ്ങൾ വല്ലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? There are lots of people. They have money, success, fame, everything under. But they struggle to sleep. Why is it? Hi all, it's me Aisha Marsin, rhetoric trainer ആണ്, life skill trainer ആണ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെന്റൽ പീസ്, ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് വെൽത്ത്. സോ വാട്ട് ഈസ് മെന്റൽ പീസ്? ഐഷ മ്യൂട്ടാണ്. Sorry for the inconvenience. So what is mental peace? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സമാധാനം അല്ലേ? മെന്റൽ പീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമ്മളെ ബോഡിയിൽ ഔട്ടർ ആൻഡ് ഇന്നർ പാർട്ട് ഉണ്ട്. നമ്മൾ ഇന്നർ പാർട്ട് എപ്പാണോ കാം, ക്വൈറ്റ് ആൻഡ് ഹാപ്പി ആവുന്നത് അന്നേരം നമ്മൾ പറയും മെന്റൽ പീസ് എന്ന്. സോ നമ്മളെ ബ്രെയിൻ ആസ് വെൽ ആസ് ഹാർട്ട് ഈസ് ഓൾവേസ് കണക്റ്റഡ് മെന്റൽ പീസിന് വേണ്ടിയിട്ട്. സോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ പീസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, നമ്മളെ മെന്റൽ പീസിന് ഉണ്ടാവുന്ന വേരിയസ് ഡിസ്റ്റർബൻസ് എന്തൊക്കെയാണ്, ആൻഡ് ഫൈനലി ഹൗ ടു അച്ചീവ് എ വണ്ടർഫുൾ മെന്റൽ പീസ്. സോ ഗൈസ്, ആർ യു ഓൾ റെഡി? ഓക്കെ ദെൻ, മെന്റൽ പീസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ വല്ലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് മെന്റൽ പീസ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഹാർട്ട് ഹെൽത്തും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രെസ്, വർക്ക് ലോഡ്, ഓൾ ദോസ് തിങ്സ് കുറഞ്ഞു കിട്ടും നമുക്ക് നല്ലൊരു മെന്റൽ പീസ് ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി നമുക്ക് പല ഉപകാരമുണ്ട്. ഇപ്പൊ നമുക്കൊരു സ്ട്രോങ് മൈൻഡ് ഉണ്ട്, അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യാൻ പറ്റും. ഏത് ചലഞ്ചസും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും if we have a strong mind. And also proper decision making ഹെൽപ്പ് ചെയ്യും അല്ലേ? നമുക്ക് നല്ലൊരു കാം മൈൻഡ് ഉണ്ടായാൽ, നമുക്ക് നല്ലൊരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻസ് ഉണ്ടാക്കാൻ പറ്റും, അധികം ആലോചിക്കേണ്ടിയൊന്നും വരില്ല. പിന്നെന്ന് പറയുന്നത് മെന്റൽ പീസ് കൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടുമല്ലേ നമുക്ക് എല്ലാവർക്കും. നമ്മളെ മൈൻഡ് ഭയങ്കര പീസിലാണെങ്കിൽ എന്താവും, ഒരു പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടാവും, നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് മെന്റൽ പീസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മെന്റൽ പീസ് കൊണ്ടുള്ള ഡിസ്റ്റർബൻസ്, നമ്മൾ മനസ്സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ വല്ലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? എനിബഡി പ്ലീസ്? നമ്മൾ മനസ്സമാധാനം കെടുത്തുന്ന അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഇല്ലാണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം.
ഓക്കെ ദെൻ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ് അല്ലേ? സ്ട്രെസ്, വർക്ക്, ഓവർലോഡ്, ഓൾ ദോസ് തിങ്സ്. നമുക്കറിയാം ഇന്ന് നമ്മൾ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ മെയിൻ ആയിട്ട് മൾട്ടിനാഷണൽ കമ്പനീസിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് പെർട്ടിക്കുലർ ഡെഡ് ലൈനിലും കൊണ്ട് എന്ത് ചെയ്യണം, അവർക്ക് ഒരു കാര്യങ്ങൾ ചെയ്തെടുക്കണം. അപ്പൊ അതവരെ വല്ലാണ്ട് അങ്ങ് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അത് അവരെ പീസ് ഓഫ് മൈൻഡിനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഓവർലോഡ്. വി ഓൾ നോ ദാറ്റ് നമ്മളെ കമ്പാനിയൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മളെ മെയിൻ കമ്പാനിയൻ ആരാ? മൊബൈൽ ഫോൺ അല്ലേ, സ്ക്രീൻ, നമ്മളെ മെയിൻ കമ്പാനിയൻ. അപ്പൊ അതിൽ നമ്മൾ കീപ്പ് ഓൺ സ്ക്രോളിങ് ഓൺ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഓൾ ദോസ് തിങ്സ്, ആൻഡ് വി ബിക്കം അഡിക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ അതിൽ പറയുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ വർക്കും അവരുടെ ലൈഫൊക്കെ കണ്ടിട്ട് നമ്മൾ വല്ലാണ്ട് അങ്ങ് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും അപ്പൊ അത് നമ്മളെ മനസ്സമാധാനം കെടുത്തും. സി ഹൗ ദേ ആർ ലിവിങ്, എന്നെക്കാളും വണ്ടർഫുൾ ലൈഫ് അവർക്കുണ്ട്. ഹൗ ദേ ആർ ഡ്രസ്സിങ്, അവർക്ക് എന്ത് നല്ല ഡ്രസ്സാണ് ഉള്ളത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഫോണിൽ വരുന്ന കോൺസ്റ്റന്റ് നോട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ദ തേർഡ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബീങ് വിത്ത് അൺഹെൽത്തി പീപ്പിൾ. നമ്മൾ എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരോട് കൂടുമ്പോൾ ഫൈനലി നമ്മളും നെഗറ്റീവായിട്ട് മാറും. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഇത് നമുക്ക് തേർഡ് കാര്യമായിട്ട് മാറ്റാം. ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് അൺഹെൽത്തി പ്രാക്ടീസസ്. നോ പ്രോപ്പർ സെൽഫ് കെയർ. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രോപ്പറായി സെൽഫ് കെയർ, നമ്മൾ പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യുന്നില്ല, വി ഡോണ്ട് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഓൾ ദോസ് തിങ്സ് വിൽ എഫക്റ്റ് അവർ മെന്റൽ പീസ്. ആൻഡ് ഹൗ ടു ഓവർകം ദിസ്? നമുക്ക് വേണം, നമുക്ക് മെന്റലി പീസ് ആവണം, എന്നാൽ മാത്രമേ നമ്മൾ എത്ര സക്സസ്ഫുൾ ആയിട്ടും കാര്യമുള്ളൂ. നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? നമ്മൾ ഷാഹിദ മാം ഇതിന് എന്നെ മുന്നേ ഉള്ള സ്പീക്കർ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സേവേഴ്സ് ടെക്നിക്. അത് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മെന്റലി ഭയങ്കര പീസ് കിട്ടും അല്ലേ? അതർ ദാൻ ദാറ്റ് ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയാണ്, മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ്. സോ ഓൾ ഓഫ് യു മാം ഹാവ് ഓൾറെഡി ടോൾഡ്, ടേക്ക് 2 minutes breathing technique or meditation, all those things. All of you, രാവിലെ എണീച്ചപാട് just take a deep breath, count till 4, then relax. ഇത് നിങ്ങൾ ഡെയിലി ഒരു 2 minutes ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നമ്മൾ ഫുൾ ബോഡി അങ്ങൊന്ന് റിലാക്സ് ആവും. സോ നമ്മൾ മെന്റൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാം. ദ സെക്കൻഡ് വൺ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഡിജിറ്റൽ ഡീടോക്സ്. അതായത് നിങ്ങൾ ഫോൺ യൂസേജ് കുറക്കാം. നമുക്കറിയാം നമുക്ക് ഈ ഫോൺ ഇല്ലാണ്ട് ഇപ്പൊ പറ്റും, നമ്മൾ എവിടെ പോകുന്നു അവിടെ നമുക്ക് ഈ ഫോൺ വേണം. ബട്ട് സം പെർട്ടിക്കുലർ ടൈം വി ഹാവ് ടു കീപ് ഇറ്റ് എവേ. അതായത് നിങ്ങളിപ്പോ ഡിന്നർ കഴിക്കുമ്പോൾ നോ ഫോൺ ഏരിയ ആക്കി മാറ്റാം. യുവർ ബെഡ്റൂം കീപ് ഇറ്റ് എ നോ ഫോൺ ഏരിയ. ദെൻ ബിഫോർ സ്ലീപ്പിംഗ് അറ്റ്ലീസ്റ്റ് ഒരു half an hour ഡോണ്ട് യൂസ് ഫോൺ. സോ ഓൾ ദീസ് തിങ്സ് വി ക്യാൻ അച്ചീവ് എ പീസ് ഓഫ് മൈൻഡ്. സോ ഞാൻ 2 കാര്യം ഡിസ്കസ് ചെയ്തത്, ഒന്ന് മെഡിറ്റേഷൻ, ഒന്ന് ഡിജിറ്റൽ ഡീടോക്സ്. ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഡോണ്ട് തിങ്ക് ഓവർ, സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. നമ്മൾ നമ്മളെ പാസ്റ്റിന്റെ കാര്യം ചിന്തിക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറും ചിന്തിച്ച് ഇങ്ങനെ എടങ്ങേറാവുകയാണല്ലേ. വി ഓൾവേസ് കീപ് ഓൺ തിങ്കിങ് അബൌട്ട് അവർ ഫ്യൂച്ചർ ആസ് വെൽ ആസ് വാട്ട് ഹാപ്പൻഡ് ഇൻ അവർ പാസ്റ്റ്. ബി അറ്റ് പ്രസന്റ്, ഡോണ്ട് ഓവർ തിങ്ക്. ഓവർ തിങ്കിങ് വിൽ ലീഡ് അസ് ടു ഡിസ്റ്റർബ് അവർ മൈൻഡ്. ഓക്കെ. ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ സെൽഫ് കെയർ. സ്ലീപ് പ്രോപ്പർലി, ഒരു റുട്ടീൻ കീപ്പ് ചെയ്യുക. We used to tell that adults need 8 hours sleep. So proper routine keep ചെയ്യുക. Sleep early at night, wake up early in the morning, eat nutritious food, try to avoid junk food. പറയാൻ ഈസിയാണ്, but try to avoid junk food, eat clean, all those things. And finally I can say that be with healthy people and also go for a nature walk. നമ്മൾ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്, അല്ലെങ്കിൽ ടോക്ക് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ പല ആൾക്കാരോട് സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മൈൻഡിൽ ചെയ്യുന്നത് അത് പിടിച്ചു വെക്കാണ്ട് ടോക്ക് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഓർ ടോക്ക് ടു സംവൺ യു സപ്പോർട്ട്, അല്ലെങ്കിൽ സംവൺ ഹു വിൽ സപ്പോർട്ട് യു. സോ ത്രൂ ദീസ് മെത്തേഡ് ഐ ക്യാൻ സേ ദാറ്റ് വി ക്യാൻ അച്ചീവ് മെന്റൽ പീസ്. സോ ഫാർ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? വാട്ട് ഈസ് മെന്റൽ പീസ് എന്ന് പറഞ്ഞു, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്കുള്ളത്, മെന്റൽ പീസ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്, എന്തൊക്കെ ഡിസ്റ്റർബൻസസ് ആണ് നമ്മൾ മൈൻഡ് ഓഫ് പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ആൻഡ് ഫൈനലി ഹൗ ടു അച്ചീവ്. സോ ഐ തിങ്ക് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് ഹിയർ ആർ ലേഡീസ്, ഇസ്ന്റ് ഇറ്റ്? സോ ഐ ക്യാൻ ടെൽ ദാറ്റ് നമ്മൾ എന്ന് പറയുന്നത് ആസ് എ ഗേൾ നമ്മൾ ജനിച്ച് കുറച്ച് പഠിച്ചൊരു ഡിഗ്രി ഒക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കല്യാണം കഴിയും.
അത് കഴിഞ്ഞിട്ട് എന്താവും, വി മൂവ് ഓൺ ടു എ ഫാമിലി. സോ നമ്മൾ വർക്ക് ലൈഫ് ആസ് വെൽ ആസ് പേഴ്സണൽ ലൈഫ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ വല്ലാണ്ട് അങ്ങ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ. ആ സമയത്ത് നമ്മളെ മെന്റൽ പീസ് എല്ലാം അങ്ങ് പോകും. സോ ആസ് എ ലേഡി വിത്ത് ദാറ്റ് വെൻ വി ആർ ഡെലിവറി ടൈം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മെന്റലി ഭയങ്കര വീക്ക് ആവും. അറ്റ് ദാറ്റ് ടൈം ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് pause for a minute. Don't struggle hard. Pause for a minute. Because നമുക്ക് ഫെയിം അല്ല, സക്സസ് അല്ല, മണി അല്ല. നമുക്ക് മെന്റലി നമ്മൾ capable ആയാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. Pause for a minute and restart. And one thing I can say, do your best. എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുക. Relax and leave it to the God. So mental peace ആണ് ഏറ്റവും ഇത്. So my dear friends or my dear audience, do you agree with me? Is mental peace important than all those fame and everything? And I would like to ask you to practice all these things to attain a mental peace. And thank you so much. Thank you, my dear audience, for listening me till this now. And thank you, Ritoria Edu Hub, Rasina ma'am, as well as Laila ma'am. And one thing I can say that Laila was, ഞാൻ ഈ മെന്റൽ പീസ് അറ്റൈൻ ചെയ്തിട്ട് മെന്റൽ പീസിന് വേണ്ടിയിട്ട് കുറെ കാലമായി ലൈല മാം ഇങ്ങനെ എൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. വെബിനാർ ചെയ്യും. സോ ഞാൻ എന്താക്കി, എല്ലാം ഒഴിവാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൈല മാം ആണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഈ വെബിനാർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. So thank you so much, Laila ma'am and Rasina ma'am, for giving me such an opportunity. Thank you so much, everyone. താങ്ക് യു മാം. എല്ലാവരും പീസ്ഫുൾ മൈൻഡിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ. സോ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ സ്പീക്കേഴ്സിനാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കുകയും ചെയ്യാലോ. സോ ഈ ഒരു പീസ്ഫുൾ മൈൻഡിൽ തന്നെ നമുക്ക് ഒരു പാരന്റിങ് സെഷൻ കേട്ടാലോ. നമ്മുടെ ബാച്ച് 10 കെയറിംഗ് ആൻഡ് പാരന്റിങ് സ്പെഷ്യലിസ്റ്റ് ഫസീല മാം തന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടെയുണ്ട്. Thank you, Fa. Good evening, all. ഓരോ കുഞ്ഞിൻ്റെയും വിജയവും പരാജയവും ഒരമ്മയാണ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പാരന്റിങ് തന്നെയാണ്. നമ്മൾ ഒരു നല്ലൊരു അമ്മയാകണം അല്ലെങ്കിൽ ഒരു ഉമ്മയാകണം എന്നുള്ളത് നമ്മൾ പാരന്റിങ് എന്തായാലും പഠിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് എല്ലാ മക്കളും സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും ഇത് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാരന്റിങ് പഠിച്ചിരിക്കുക എന്നത് ഓരോ വ്യക്തികൾക്കും അത്യാവശ്യമാണത്. മക്കള് ഒരു നല്ലൊരു പാരന്റ് എങ്ങനെയാവണമെന്ന് അവർക്ക് നമ്മളെക്കാളും കൂടുതൽ അവർക്കറിയാം. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് എല്ലാവരും പാരന്റിങ് പഠിച്ചിരിക്കും. ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും പാരന്റിങ്ങിന്റെ പിന്നാലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോ പാരന്റിങ്ങിനെ ആദ്യം ഒരു നല്ലൊരു അമ്മ ആവണം എന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മൾ പ്രസവിച്ചതിന്റെ പേരിൽ മാത്രം ഒരു നല്ല അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മയാകുകയില്ല. കർമ്മ കൂടി വേണം. അതായത് നമ്മൾ ഗർഭകാലം മുതൽ നമുക്ക് ആ കുട്ടിയെ സ്നേഹിക്കാൻ റെഡിയായി പ്രസവിച്ച് അതിനുകൊണ്ട് ലാളനയും പരിഗണനയും വേണ്ട സപ്പോർട്ടും നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അങ്ങനെ കൂടെ നിൽക്കണ ഒരു നല്ലൊരു അമ്മയാണ് നല്ലൊരു അമ്മ. നമ്മൾ ഇസ്ലാം മതത്തിൽ പറയും ആ അമ്മയുടെ കാലിന്റെ കീഴിലാണ് സ്വർഗമുള്ളത്. എല്ലാ അമ്മമാർക്കും ഈ ഒരു ക്വാളിറ്റി ഇല്ല. അപ്പോ നമ്മൾ ഉപ്പമാർക്ക് സ്ഥാനമില്ല എന്നല്ല, ഉപ്പമാർക്കും ഉണ്ട്. പക്ഷെ കൂടുതൽ നമ്മള് ഉമ്മമാർക്കാണ്. അവരാണ് കുട്ടീന്റെ എല്ലാ വളർച്ചയുടെ ഘട്ടത്തിലും കൂടുതൽ അവരെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ പാരന്റിങ്ങിന് വേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായി നല്ലൊരു ലിസണർ ആവുക. നമുക്കെല്ലാവരും നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കണം അല്ലെ. നമുക്കൊക്കെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ഇമോഷനായിട്ട് നടക്കും. നമ്മൾ ആരുടെ ഒന്ന് തുറന്ന് പറയണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. തുറന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെയാണ് മക്കളും. അപ്പൊ മക്കൾക്ക് നമ്മൾ നല്ലൊരു ലിസണർ ആവണം. അവര് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തില് അവര് 5-10 മിനിറ്റോ നമ്മൾ അവരെ കേൾക്കാൻ റെഡി ആവണം. നമുക്കുള്ള ടെൻഷനും സ്ട്രെസ്സൊക്കെ അവർക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ അവര് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫോണിലായിരിക്കും അല്ലെങ്കിൽ നല്ല തിരക്ക് പിടിച്ച പണികളിലായിരിക്കും. അവരൊന്ന് കേൾക്കുക, അവരെ കാര്യങ്ങൾ അന്വേഷിക്കുക അല്ലെ. പിന്നെ നമുക്ക് അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്ന് പറയും, ഇന്ന് ഇങ്ങനെ ഉണ്ടായി, ടീച്ചർ എന്നെ അടിച്ചു അല്ലെങ്കിൽ പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാ, നമ്മൾ നന്നായി ഒന്ന് ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരടിയാണ് കൊടുക്കും. അപ്പൊ എന്നിട്ട് കാര്യങ്ങൾ തിരക്കാൻ നിൽക്കുള്ളൂ. അപ്പൊ മക്കള് നമ്മുടെ അടുത്ത് ഇതൊന്നും പറയാൻ ഇഷ്ടപ്പെടൂല. അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കും ബാക്കില്. അത് കുട്ടികളുടെ ഭാഗത്തായിരിക്കില്ല. ചില സമയത്ത് നമ്മൾ അതൊന്നും തിരക്കാൻ റെഡിയല്ല. അവരെന്താ പറഞ്ഞ ആ ഒരു സംഭവം നമ്മളത് നന്നായി ഇതാക്കും. അപ്പൊ മക്കള് നമ്മളെ അടുത്ത് ഒന്നും പറയാണ്ടാവും,
പിന്നെ നമ്മുടെ അടുത്ത് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്താൽ വരെ അവർ മിണ്ടാണ്ടാവും. അപ്പൊ നമ്മൾ അവരെ കേൾക്കാൻ റെഡി ആവണം. ഒരു ദിവസത്തിൽ ഓരോ മക്കൾക്കും, നമ്മൾ 3 മക്കളുണ്ടെങ്കിൽ ആ ഓരോ മക്കൾക്കും ഓരോ സമയം കൊടുക്കണം. അങ്ങനെ നമ്മൾ കേൾക്കാൻ റെഡി ആവണം. ഈ ടീനേജ് ആയ മക്കളൊക്കെ നമ്മളെ വിട്ട് പോണത് കാണാം. ഈ പിന്നെ വല്ല പ്രണയിച്ചിട്ടോ അല്ലെങ്കിൽ വഴി തെറ്റി പോണതൊക്കെ കാണാം. ഇതെന്താ? ഇത് സ്നേഹത്തിന് 5 ഭാഷകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ? ഇതിലിപ്പോ എല്ലാവരും സൈക്കോളജി ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു സ്നേഹം വെച്ചിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. നമ്മൾ നമ്മളെ വിട്ട് പോകുമ്പോൾ ഒരു ടീനേജ് ആയി കഴിഞ്ഞാൽ നമ്മളെ വിട്ടിട്ട് വേറെ പിന്നെ പ്രണയിച്ചിട്ട് പോവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി തെറ്റി പോവുക, നമ്മൾ പറയും നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ അവർക്ക് വേണ്ട ആ ഒരു സ്നേഹം, അവർക്ക് എന്താണോ കിട്ടേണ്ടത് അത് നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്നില്ല. അവർക്കൊരു നല്ല നല്ല വേർഡുകൾ പറയണം, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കണത്, ഒരു ഉമ്മ കൊടുക്കണത്, അതൊക്കെ അവര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കൊടുക്കണില്ല. അപ്പോൾ അതിന്റെ പേരിലാണ് അവര് ഇതൊന്നും കിട്ടുന്ന സ്ഥലത്തേക്ക് അവര് അങ്ങോട്ട് പോകും. ഇതാണ് പ്രശ്നം വരുന്നത് ഇവിടെ. നമ്മൾ ഇത് കൊടുക്കാത്തതിന്റെ പേരിലാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞാല് ഉള്ളില് വെക്കാനുള്ളതല്ല. പിശുക്കന്റെ കയ്യിലെ നാണയത്തുരുമ്പ് പോലെ എന്ന് പറയും. നമ്മുടെ സ്നേഹം കൊടുക്കാതെ നമ്മൾ ഉള്ളിൽ വെക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാല് അത് ധ്വനിപ്പിച്ച് പോവുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി നമ്മൾ മക്കൾക്ക് ഏത് തരത്തിലുള്ള സ്നേഹം വേണമെങ്കിലും അവർക്ക് കൊടുക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് നല്ല നല്ല വാക്കുകളായിരിക്കാം, നല്ല നല്ല വേർഡുകളായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കണതായിരിക്കാം. അങ്ങനെ സ്നേഹത്തിന് 5 ഭാഷകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ സ്നേഹം കൊടുക്കുക. അങ്ങനത്തെ മക്കൾ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. പിന്നെ രണ്ടാമതായി ഉപദേശം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാവരും ഉപദേശിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ? ഞാൻ ഉപദേശിക്കാറുണ്ട്. ഞാനിപ്പോ കുറച്ചിട്ടുണ്ട്. എന്താ നമ്മളെ ടെൻഷനും നമ്മളെ പിന്നെ ആശങ്കയും നമ്മൾ മക്കളെടുത്ത് അവര് വന്നിരിക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ട് പറയും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷനും വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയാം, അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത്, 10ാം ക്ലാസ് ആണ് അല്ലെങ്കിൽ +2 ആണ്, പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നന്നായി നമ്മളെ വേവലാതിയാണ് അവരുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഇത് മക്കൾക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഉപദേശം ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. അപ്പൊ അവരെന്ത് ഇത് കേൾക്കാനേ ഇഷ്ടപ്പെടൂല. അവർ നമ്മുടെ അടുത്ത് വരാനേ ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിലേക്ക് കയറണേ അവർക്ക് ഇഷ്ടമല്ല. എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് അവിടെ സ്കൂളിൽ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ പിന്നെ നമുക്ക് അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ, നമുക്ക് പഠിക്കുകയാണെങ്കിൽ അത് നന്നാവും, പിന്നെ SSLC എക്സാം ഒക്കെ അല്ലേ, അപ്പൊ നല്ല മാർക്കൊക്കെ കിട്ടണ്ടേ, അപ്പൊ 2 മാസം അവിടെ നിന്നാലോ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം, ഞാൻ അവിടെ പോണില്ല പറഞ്ഞു. അപ്പൊ എൻ്റെ 2 ഫ്രണ്ട്സ് അവര് നിൽക്കുന്നുണ്ട്. അവർക്ക് വീട്ടില് അവര് ഉമ്മമാര് പിന്നെ അവര് പഠിക്കാതിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഉപദേശിക്കും. പിന്നെ എന്താണ് ഇങ്ങനെ അവര് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് സഹിക്കാൻ വയ്യാതെയാണ് അവര് പോണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ഹോസ്റ്റലിലേക്ക് മാറണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ തരിച്ചുപോയി. മക്കള് നമ്മളെ ശത്രുക്കളായി കാണുന്നുണ്ട്. നമ്മളെ അടുത്ത് നിന്ന് വിട്ടു പോകാന്. അത് 2 മാസമെങ്കിലും 2 മാസം അവിടെ സ്കൂളിൽ ഹോസ്റ്റലിൽ നിൽക്കാൻ അവർ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാ? നമ്മളെ ഉപദേശം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഉപദേശിച്ചാൽ വിചാരിക്കും അവര് നന്നാവും. ഉപദേശം കൊണ്ട് ഒരു മക്കളും നന്നാവില്ല. എന്നാൽ നമുക്ക് ഉപദേശിക്കാതെ ഇരിക്കാൻ വയ്യ അല്ലെ? അപ്പൊ എന്താ, സാൻഡ്വിച്ച് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഉപദേശിക്കാം. സാൻഡ്വിച്ച് മെത്തേഡ് എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയോ? നമ്മളൊരു സാൻഡ്വിച്ച് രൂപത്തില് ആദ്യം നന്നായിട്ട് അവരെ ക്വാളിറ്റികളും അവരുടെ ഗുണങ്ങളും അവരെ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല വേർഡുകളും പറഞ്ഞിട്ട് അവരടുത്ത് എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ അവരെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് അവരെ ക്വാളിറ്റികളും അവിടെ നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞിട്ട് ആ പ്രശ്നത്തെ നമ്മൾ അതിന്റെ ബാക്കിൽ വരുന്ന കാരണങ്ങൾ, ഉമ്മാന്റെ കുട്ടി ഇത് ചെയ്തതെന്ന് തീരെ ശരിയായില്ല, എനിക്ക് നല്ല വിഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിലുള്ള കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പിന്നെയും അവരുടെ ക്വാളിറ്റികളും അവിടെ നല്ല നല്ല വാക്കുകളും പറഞ്ഞ് ഒരു ഉമ്മയും കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാൽ അവര് ഹാപ്പിയായി. അപ്പൊ അവർക്ക് ഇങ്ങനെ നമ്മൾ ഉപദേശിക്കാം. അല്ലാതെ നമ്മളെ ഉള്ളിലുള്ള എല്ലാ ഇമോഷനും കൊണ്ട് പുറത്ത് വെന്റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. പക്ഷെ അവർക്ക് ഇഷ്ടമല്ല. ഈ രീതിയിൽ നമുക്ക് ഉപദേശിക്കാം. ഇനി രണ്ടാമത് പിന്നെ പറയാൻ പോകുന്നത് പട്ടാളച്ചിട്ട. നമുക്ക് ഒരു പട്ടാളച്ചിട്ട ഉണ്ട്. ചില പേരൻസ്, എല്ലാ പേരൻസും അങ്ങനെയില്ല. ചിലരെന്താ ഒന്നിനും സമ്മതിക്കൂല. മക്കള് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് പറയും. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. നമ്മള് പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവരിലൂടെ നമ്മൾ നടപ്പാക്കും. നമുക്ക് പഠിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വലിയ വലിയ ഡോക്ടർ എഞ്ചിനീയറോ ഒക്കെ ആവണം എന്നൊക്കെ ആയിരിക്കും നമ്മളെ ആഗ്രഹങ്ങൾ. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ അവരിലൂടെ അടിച്ചേൽപ്പിക്കും. അവർക്കുണ്ട് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ, അതിനൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുക. അവർക്ക് എന്തൊക്കെയാണോ പഠിക്കാൻ ആഗ്രഹം അതിനെ വിട്ടുകൊടുക്കുക. അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കണ ആ ഒരു ഇത് അവർ ജോലിയിലാണെങ്കിലും അവിടെ ഭാവിയിൽ കലാകാലം അവർ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അവരതിന് ഇഷ്ടപ്പെട്ട അവരെ ജീവിതം തന്നെ ആകെ മടുപ്പാവും.
അപ്പോൾ അവരെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും നമ്മൾ വിട്ടുകൊടുക്കുക. അതുപോലെ നമ്മൾ എന്താണ് കൊടുത്താലും നമുക്ക് അത് തിരിച്ചു കിട്ടും. അത് ഒരു പ്രാപഞ്ചിക നിയമമാണ്. വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക്. അതായത് നമ്മൾ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, പരിഗണന കൊടുത്താൽ പരിഗണന, ലാളന കൊടുത്താൽ ലാളന കിട്ടും. നമ്മൾ അത് ഇപ്പോഴല്ലെങ്കിൽ നമ്മൾ നല്ല ഷൗട്ട് ചെയ്ത് എപ്പോഴും അവരടുത്ത് ഈ നെഗറ്റീവ് വേർഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായി കഴിയുന്ന സമയത്ത്, നമുക്ക് വയസ്സാവുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ഷൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചീത്ത വേർഡുകളൊക്കെ പറയുമ്പോൾ നമ്മൾ അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊടുത്തതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് കൊടുത്താലും അത് മക്കൾക്കെന്നല്ല, അത് എല്ലാവർക്കും എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു. ഓക്കെ, പിന്നെ പിന്നെ കമ്പാരിസൺ നിർത്തുക. നമ്മൾ ഈ മക്കളെ നന്നായിട്ട് കമ്പയർ ചെയ്യും. നമ്മള് പിന്നെ നമ്മളെ ഒരു വീട്ടിൽ വേറെ എവിടെയെങ്കിലും വിരുന്ന് പോകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെ വേറെ മൂത്ത കുട്ടികളായിട്ടൊക്കെ ആയിട്ട് സിബ്ലിങ്സിലായിട്ട് അവന് അങ്ങനെ പഠിക്കും, ഇവള് ഇത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ അത് അവരെ മനസ്സിൽ അവർക്ക് ഇങ്ങനെ തോന്നും, ഞാൻ പോരാലേ, എനിക്ക് ഇന്നെ കൊണ്ട് പറ്റൂലല്ലേ. അവർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ അവര് ഉൾവലിയാനാണ് നോക്കുക. അവര് പിന്നെ അവർക്ക് ഒന്നും അവർ പുറത്ത് അവർക്ക് ഒന്നിനും ഒരു കോൺഫിഡന്റ് ഉണ്ടാവില്ല. അവരെല്ലാത്തിനും ഉൾവലിഞ്ഞിട്ട് തീരെ മിണ്ടാതെ സൈലന്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഈ കമ്പാരിസൺ നിർത്തുക, നല്ല നല്ല വാക്കുകൾ പറയാം. നല്ല നല്ല വാക്കുകൾ പറയാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞോട് നല്ലൊരു പിന്നെ പാരന്റ്, ഒരു അമ്മ എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞിന്റെ വിജയവും പരാജയവും എന്ന്. അതെന്താ നമുക്കറിയാം. പിന്നെ നമ്മുടെ തോമസ് ആൽവ എഡിസന്റെ കുട്ടിക്കാലം അല്ലെ, ആ ഒരു കുട്ടിക്കാലത്ത് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തീരെ പഠിക്കാതെ വികൃതി കാട്ടി നടന്ന് കച്ചറ കളിച്ച് നടന്നിട്ട് ടീച്ചർ ലെറ്റർ അമ്മന്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. ആ കുട്ടി പിന്നെ അമ്മന്റെ അടുത്ത് കൊടുത്തു ആ ലെറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കഥ തന്നെ ആയിരിക്കും. എന്നിട്ട് അമ്മ അത് വായിച്ചു, അമ്മന്റെ മുഖം മാറിപ്പോയി. അപ്പോ കുട്ടി ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, എന്റെ മോൻ ഈ സ്കൂളിലൊന്നും പഠിക്കേണ്ട ആളല്ല, ഇതിലും നല്ലൊരു സ്കൂളാണ് മോനക്ക് വേണ്ടത്, മോൻ നല്ല ഇന്റലിജന്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോ അന്ന് മുതൽ ആ കുട്ടിയുടെ ബുദ്ധി ഉപയോഗിക്കൽ തുടങ്ങി, ലോക പ്രശസ്തയായ ശാസ്ത്രജ്ഞനായി മാറി. പിന്നെ എപ്പോഴും ഒരിക്കൽ ആ ഒരു ശാസ്ത്രജ്ഞന് ആ ഒരു പിന്നെ ലെറ്റർ കിട്ടാൻ ഇടയാവുകയും അത് വായിച്ച് ഒരു പൊട്ടിക്കരയാനാണ് ചെയ്തത്. ബുദ്ധിയില്ലാത്ത എന്നെ ബുദ്ധിമാനാക്കിയ അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ വേർഡുകൾ അത്രയും പ്രാധാന്യമുള്ളതാണ്. വാക്കുകൾക്ക് നമ്മൾ പറയും വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചമുണ്ടെന്ന്. അപ്പൊ നമ്മളെ വാക്കുകൾ അത്രയും പിന്നെ സൂക്ഷിച്ചു വേണം നമ്മൾ ഉപയോഗിക്കാൻ. നമ്മുടെ മക്കളെ അടുത്ത് പറയുന്ന വാക്കുകൾ നന്നായി സൂക്ഷിക്കണം. അതുപോലെ നമ്മള് പിന്നെ നമ്മളാണ് ഇവിടെ മാറേണ്ടത്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം മാറി. നമ്മള് മാറാൻ ആദ്യം ശ്രമിക്കണം. നമുക്ക് കിട്ടിയ പാരന്റിങ് ആണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇത് മാറാനായിട്ട് ഇങ്ങനത്തെ ഓരോ കോഴ്സുകൾ നമ്മൾ ചെയ്യുക. അപ്പോൾ റസിന മിസ് ചെയ്യുന്നുണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടാത്ത പരിഗണനയും ചൈൽഡ്ഹുഡിലുള്ള ബോണ്ടുകളൊക്കെ ശരിയാക്കി തരുന്ന ഒരു കോഴ്സാണ്. അതൊക്കെ ചെയ്ത് നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്തുക. അല്ലെങ്കിൽ വേറെ പല കോഴ്സുകളുണ്ട്. ഇതൊക്കെ ചെയ്ത് ആദ്യം നമ്മളാണ് അവിടെ മാറേണ്ടത്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അമ്മയ്ക്കാണ് നല്ലൊരു കുട്ടിയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു കുട്ടിയെ വാർത്തെടുക്കുന്നതോടൊപ്പം നല്ലൊരു പാരന്റിനും കൂടെയാണ് നമ്മൾ അവിടെ വാർത്തെടുക്കുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തെയും ഒരു നല്ലൊരു തലമുറയും കൂടെ നമ്മൾ വാർത്തെടുക്കുന്നത്. അപ്പൊ പാരന്റിങ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ വേണം മക്കൾക്ക് നമ്മൾ പിന്നെ പെരുമാറാൻ. അതിന് നമ്മൾ ആദ്യം പിന്നെ മാറണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനത്തെ ഓരോ കോഴ്സുകൾ ചെയ്യാം. അപ്പൊ ഇന്ന് എനിക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പാരന്റിങ് ചുരുങ്ങിയ രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന റെട്ടോറിയ എജുഹബിനും നമ്മളെ ലൈല മിസ്സിനും റസീന മിസ്സിനും പിന്നെ എന്നെ ഇതുവരെ കേട്ടിരുന്ന എൻ്റെ ഓഡിയൻസിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇത്രയൊരു വാസ്റ്റ് ടോപ്പിക് ഈ ഒരു 10 മിനിറ്റിൽ പറയാന്നുള്ളത് യു ഡിഡ് ഇറ്റ് വെൽ. അത്രേ പറയാനുള്ളൂ. ആൻഡ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് ലെവൽ ഇംപ്രൂവ് ആക്കണം എന്നുണ്ടെങ്കിൽ റിട്ടോറിയ ഇസ് റെഡി വിത്ത് ബാച്ചസ്. ആൻഡ് ഇപ്പം തന്നെ എൻറോൾ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് വെച്ചാൽ എന്താ പറയാ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യോ? ഓക്കെ, ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ്, നമ്മുടെ കുടുംബമാണ് എന്നെല്ലാം ഉണ്ടാവും അല്ലേ. പക്ഷെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇല്ലാണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഹെൽത്ത് ആണ് നിങ്ങളുടെ ഫസ്റ്റ് വെൽത്ത് അല്ലേ. ബാച്ച് 7-ലെ ഷെരീഫ മാം ഇസ് ഹിയർ ഓൺ ദി ടോപ്പിക് ഹെൽത്ത് ഇസ് അവർ ഫസ്റ്റ് വെൽത്ത്.
She is an inspiring person, as well as a head of the administration department, Eco Global Sharjah Hamria Free Zone. Over to you, ma'am. Thank you, Wafa, for the lovely intro. Trust in God, but don't forget to tie your camel. നിങ്ങൾ സൃഷ്ടാവിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങളുടെ ഒട്ടകത്തെ കെട്ടിയിടാൻ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ ഷെരീഫ് അസീസ്, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് റെട്ടോറിയ എഡ്യൂഹബ് ഒരുക്കിയിരിക്കുന്ന ട്രെയിനേഴ്സ് സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ്. വളരെ സന്തോഷം. ടുഡേസ് ടോപ്പിക്, ഹെൽത്ത് ഈസ് അവർ ഫസ്റ്റ് വെൽത്ത്. ആരോഗ്യമാണ് നമ്മുടെ ആദ്യത്തെ സമ്പത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും മറന്നു പോവാറുണ്ട്, അല്ലേ? നമ്മുടെ കൊച്ചു കേരളം യുവാക്കളായ ഡയബറ്റിക് പേഷ്യൻസിനെ കൊണ്ടും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായ ഷുഗർ, പ്രഷർ, അതുപോലെയുള്ള അസുഖങ്ങളെ കൊണ്ടും അനുദിനം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഉണരാൻ വളരെ വൈകിപ്പോയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കൊണ്ട് ഒരു തീരുമാനമെടുക്കാം. നമ്മൾ വിചാരിക്കുന്നത് ആരോഗ്യം എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ നമ്മൾ വ്യായാമമൊക്കെ ചെയ്ത് ഒരുപാട് മസിലൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ബട്ട് നമ്മുടെ ആരോഗ്യം കിടക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളിലാണ്? എങ്ങനെയാണ് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഹെൽത്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക? നമ്മുടെ മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം, നമ്മുടെ സോളിന്റെ ആത്മീയ ആരോഗ്യം, ഇതെല്ലാം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒപ്റ്റിമൈസ്ഡ് ലിവിങ് സ്റ്റൈൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവില്ലേ? യെസ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അകത്തോട്ടെടുക്കുന്ന ആഹാരമാണ് നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, എന്തെല്ലാം വിവാഹ ചടങ്ങുകളൊക്കെ എന്ത് ആർഭാടങ്ങളാണല്ലേ. അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, എന്ത്, മൈ ഹെൽത്ത് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ബിക്കോസ് അവിടെ കിട്ടുന്ന ആഹാരം നമ്മൾ വിചാരിക്കും നമ്മുടെ ഇവിടുന്ന് ഒരു ദിവസമല്ലേ 2 ദിവസമല്ലേ എന്ന്. ആ ഒരു ദിവസവും 2 ദിവസമുള്ള ബോഡി ഇതിന്റെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല. എന്നാൽ ഈ ആഹാരം അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മെഷീനറീസ് ആണല്ലേ. ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്നതിനുമായിട്ട് ഒരുപാട് കായിക അധ്വാനങ്ങൾ നമ്മുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതെല്ലാം കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഫുഡ് പ്ലേറ്റ്സ് ഇന്നും നമ്മൾ അതേ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതുപോലെ ഡിന്നറൊക്കെ ഒന്ന് കൺമുന്നിലൂടെ വായിച്ചു നോക്കൂ. എന്താണ് അതിൽ അധികം കിടക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. എന്നാൽ ഈ ഒരു കാര്യം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് എനർജി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് കൂടുതലായിട്ടും പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭക്ഷണങ്ങളാണ്. സോ നമുക്കിന്ന് തീരുമാനിക്കാം, ഞാൻ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന ഫുഡ് 50% വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ ആയിരിക്കും. അതിന് ഒരുപാട് കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും തേടി പോവണ്ട. നമുക്ക് സീസണൽ ആയിട്ട് കിട്ടുന്ന, ഇപ്പൊ നാട്ടില് മാംഗോ, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്, അങ്ങനെയുള്ള സീസണുകൾ ഉണ്ടാവും. അതുപോലെ പല ഫ്രൂട്ട്സിന്റെ സീസൺ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ തന്നെ നമുക്കൊന്ന് അടുക്കി പെറുക്കി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഇലക്കറികൾ, മുളപ്പിച്ച പയറൊക്കെ പ്രോട്ടീന്റെ റിച്ച് സോഴ്സ് ആണ്. അതിന് ഒരുപാട് റിസ്ക് ഒന്നും എടുക്കേണ്ടത്. ഒരു ദിവസം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ചെറിയ മുള വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫുഡ് റിച്ച് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. മുട്ട, ചിക്കൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അങ്ങനെ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു കാർബ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ തവിടോട് കൂടിയിട്ടുള്ള അരി ഭക്ഷണങ്ങള്, അതുപോലെ ഗോതമ്പ്, ബർഗോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ. നമ്മൾ പുട്ട്, കടല അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ പുട്ട് കുറച്ചും കടല കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുക്കുക. മുതിര നല്ലൊരു
ഫുഡാണ് കേട്ടോ. എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന ഡയബറ്റിക് ഉണ്ടാവില്ല, അത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മുതിര എന്ന് പറഞ്ഞ സംഭവം എക്സലന്റ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ഞാൻ മെഡിസിൻ ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. 80% ഓഫ് അവർ ഫുഡ് ഡിസൈഡ് അവർ ഹെൽത്ത് എന്നുള്ളതാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ടതും അതുപോലെ ആഡഡ് ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അധികം വിട്ടു നിൽക്കുക. എന്തും ഏതും ഉപ്പിലിട്ടത് കിട്ടുന്ന കാലഘട്ടമാണ് അല്ലെ. സോ അതിൽ നിന്നൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്യുക. ഇഷ്ടമുള്ളത് ഇഷ്ടത്തിന് കഴിക്കുക, ഇഷ്ടം പോലെ കഴിക്കാതെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എക്സസൈസ് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നമുക്ക് ഉണ്ടായാൽ അത് എൻജോയ് ചെയ്ത് നമുക്ക് ഈ ശരീരം വേണ്ടേ? നമുക്ക് എന്ത് വേണം? ഇതിനെ മുന്നോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന് എന്ത് ചെയ്യണം? മൂവ്മെന്റ്സ് വേണം. മൂവ്മെന്റ്സ് കുറഞ്ഞിരിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ച ഈ ഒരു കാലഘട്ടത്തിൽ എക്സസൈസ് ഈസ് മസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എക്സസൈസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ പീസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് വീടിനകത്തിരിക്കുന്ന ചെയ്യാൻ പറ്റുന്ന, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസിൽ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബോഡി നന്നായിട്ട് മൂവ് ചെയ്യണം. ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യണം? നന്നായിട്ട് അധികമാവണം, വേർക്കണം. ഇതാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സുംബ ഡാൻസോ എന്ത് എക്സസൈസും ചൂസ് ചെയ്യാം. ബട്ട് എക്സസൈസ് മസ്റ്റ് ആണ്. നമുക്ക് മാജിക്കൽ ഫ്യൂവൽ ആണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻ, ഡോപ്പമിൻ എന്നുള്ള ഹോർമോൺസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യും? ഇതിലൂടെ 4 ഹാപ്പി ഹോർമോൺസ് അറിയില്ലേ? ഡോപ്പമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ. ഇതെല്ലാം നമുക്ക് ഈ ഒരു എക്സസൈസിലൂടെ ലഭ്യമാവുകയും ഓരോ ദിവസവും വളരെ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് ദിവസങ്ങൾ നമുക്ക് കൊണ്ടുപോവാൻ ഈ ഒരു എക്സസൈസ് നമുക്ക് സാധ്യമാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല എക്സസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഡീപ്പ് സ്ലീപ്പ് കിട്ടും. നമ്മുടെ ഉറക്കം എന്നുള്ളത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഈ ഉറക്കത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മെയിൻ നമ്മുടെ ഹീലിംഗ് നടക്കുന്നത്, നമ്മൾ കയ്യിലൊക്കെ ഒരു മുറിവ് പറ്റിയാൽ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ രാവിലെ ആവുമ്പോൾ ചെറുതായിട്ടുള്ള രീതിയിൽ എന്തായിട്ടുണ്ടാവും? അത് ഉണങ്ങിപ്പോയിട്ടുണ്ടാവില്ലേ? ചെറിയൊരു ഉണക്കം വന്നിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീൽ ചെയ്യും. അതുപോലെ നമ്മൾ ഡ്രീമിങ് സ്ലീപ്പിലായിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും ഹീൽ ചെയ്യപ്പെടും. നല്ല ഒരു സൗണ്ട് സ്ലീപ്പ് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സ്ലീപ്പ് കിട്ടാനായിട്ട് എക്സസൈസും അതുപോലെ തന്നെ നമ്മൾ നല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടും. ആക്ച്വലി നമ്മൾ ഈ എക്സസൈസും ഇതും ചെയ്യുന്നതോട് കൂടി നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഒരു ഫയർ, നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആണെന്ന് ഇമാജിൻ ചെയ്തോളൂ. ഈ എക്സസൈസും ഫുഡും എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് നമ്മൾ അതിന് സ്റ്റൗ കത്തിച്ചാലല്ലേ അതെല്ലാം കുക്കായി നമുക്ക് വേണ്ട രീതിയിൽ ഡെലീഷ്യസ് യമ്മി ഒരു ഫുഡ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം നമുക്ക് വേണ്ട രീതിയിൽ അബ്സോർബ് നമ്മുടെ ബോഡിക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉറക്കം അത്യാവശ്യമാണ്. സോ നമുക്ക് എല്ലാ മതങ്ങളും ദർശനങ്ങളും ഒക്കെ പറയുന്ന ചിട്ടകൾ ഉണ്ടല്ലേ ഉറങ്ങാനായിട്ട്, ആ ചിട്ടകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഉറക്കവും ഉണർച്ചയും ഭക്ഷണം കഴിക്കലും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉള്ളിൽ നിന്ന് റിയൽ ഹെൽത്ത് സ്റ്റാർട്ട് ഫ്രം ഇൻസൈഡ് എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ആ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും മെല്ലെ മെല്ലെ. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രോബ്ലമാണ്, ഒരു സൈലന്റ് പോയിസൺ തന്നെയാണ് എന്ത്, നമ്മുടെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ. നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നമ്മുടെ ഭാഗത്തു നിന്നും എടുക്കണം എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 20-20-20 റൂൾ നമുക്ക് പാലിക്കാനായിട്ട് പറ്റും. 20 മിനിറ്റ്സ് നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 20 അടി ദൂരത്തേക്ക് 20 സെക്കൻഡ് നമ്മൾ നോക്കിയിരിക്കുക. എന്താ വെച്ചാൽ നമ്മുടെ ഐ സ്ട്രെയിൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. 20 അടി നമ്മൾ ഒരുപാട് അടി വെച്ചൊന്നും നോക്കണ്ട, ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി നമ്മൾ അതിന്റെ സ്ട്രെയിൻ ഒന്ന് കുറക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി.
അതുപോലെ തന്നെ നമ്മൾ ഒരു 9 o'clock ആകുമ്പോൾ നമ്മുടെ ഫോണൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് വെക്കുക എന്നുള്ളൊരു നിയമം വീട്ടിൽ കൊണ്ടുവരിക. അതാണ് നമ്മൾ കുട്ടികളോടും ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നടക്കട്ടെ. അത് പൂർണ്ണമായിട്ടും സ്ക്രീൻ ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. സോ എല്ലായിടത്തും കറങ്ങി നടക്കാൻ മൊബൈലിന് അനുവദിക്കാതെ അതിനൊരു സ്പെഷ്യൽ പൊസിഷൻ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നേച്ചറുമായിട്ട് നല്ലൊരു ബോണ്ട് നമ്മൾ ഉണ്ടാക്കുക. മഴ നോക്കിയിരിക്കാം, അതുപോലെ തന്നെ നമുക്ക് ആകാശം നോക്കിയിരിക്കാം, നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാം, ഇതൊക്കെ ഹീലിംഗ് ആണ്. ചന്ദ്രനെ നോക്കിയിരിക്കാം, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സൺറൈസ് സൗകര്യമുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ നോക്കുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹീലിംഗ് ആണ് നമ്മുടെ മൈൻഡിന് കിട്ടുന്നത് ആ സമയത്ത്. നേച്ചർ ഈസ് എ വെരി ഗുഡ് ഹീലിംഗ്. അതുമായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനൊക്കെ നമുക്ക് ഡിസ്ട്രാക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുട്ടികളെയും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ശീലിച്ചെടുക്കാം എന്നുള്ളതാണ്. പിന്നീട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഡയറ്റ്, നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പറഞ്ഞു. നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മൾ ഉപ്പിട്ടത് ആഡഡ് ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുക, നല്ല ഉറക്കം, അതുപോലെ നമ്മൾ നേച്ചറുമായിട്ട് നല്ല ഒരു ബോണ്ട് ഉണ്ടാക്കുക. പിന്നീട് നമ്മുടെ സോളിന്റെ, നമ്മുടെ ആരോഗ്യത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇത്തരം മൈൻഡ് പവർ പ്ലാറ്റ്ഫോം, നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലസ്ഡ് ആയിട്ടുള്ള ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടുന്ന നോളജ് തീർച്ചയായിട്ടും നമ്മളെ മൈൻഡ് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും അനുഭവിക്കുന്നതാണ് അല്ലെ. നമ്മുടെ റസീന മാമിന്റെ ഒക്കെ ഡെയിലി ഓരോ ദിവസവും നമുക്ക് നമ്മളെ അവയർനെസ്സിലോട്ട് കൊണ്ടുവന്ന് ആരെങ്കിലും അതിലൂടെ ഒന്ന് വെറുതെ പോയാൽ മതി. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ്, ഫോർഗീവ്നെസിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ ഈ ബാഗേജസ് ഒക്കെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കളഞ്ഞാൽ മതി എന്ന് തോന്നാം. അത്രക്കും നമുക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ മൈൻഡ്ഫുൾനെസ്, 4 count inhale, 7 times hold and 8 count exhale. ഈ ഒരു ഇത് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ മെഡിറ്റേഷൻ, ഇതെല്ലാം നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിന്നും സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ